നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്തുള്ള കുറച്ച് ടിപ്സുകളാണ്. അതായത് 3 ടിപ്സ്. പ്ലേ സ്റ്റോറിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നൊരു ആപ്പാണ് പ്ലേ സ്റ്റോർ. കാരണം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് എല്ലാ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. നമ്മൾ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് തരുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്തുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ചില ആപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. അത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ പ്രവർത്തിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. എന്നാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ആപ്പും പ്ലേ സ്റ്റോറിനകത്ത് ലഭ്യമാണ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്പ് ഇവിടെ കാണുന്നുണ്ട്. താഴെ ഭാഗത്തേക്ക് തന്നാൽ ഇവിടെ ഒരുപാട് ടാഗുകൾ കാണും. ഇതുപോലെ ഓരോ ബോക്സിലായിട്ട് ടാഗുകൾ കാണും. ഇതിനകത്ത് കാണാൻ സാധിക്കും ഓൺലൈൻ ഉപയോഗിക്കേണ്ട ആപ്പാണെങ്കിൽ, അതായത് ഉപയോഗിക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ എന്ന് കാണിക്കും. ഇതിനകത്ത് ഈ ഒരു ആപ്പിനകത്ത് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ആപ്പിനകത്ത് ഓഫ്ലൈൻ എന്നാണ് കാണുന്നത്. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഓഫ്ലൈനിൽ ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. ഏത് ആപ്പ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ടാഗ് ലൈൻ ഇല്ലാത്ത, അതായത് ഓഫ്ലൈനിൽ മാത്രമാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ ടാഗ് ലൈൻ കാണിക്കാത്ത ആപ്പുകൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. ഇനി രണ്ടാമത്തെ പ്ലേ സ്റ്റോറിനകത്തുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷെയർ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ആപ്പ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയും, ആപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി ആപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും. പക്ഷെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു ആപ്പ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് അയാൾക്ക് ആപ്പ് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഷെയർ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളിവിടെ സെൻഡ് റിസീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ സെൻഡ് ആൻഡ് റിസീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ സെൻഡ് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് ആർക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ അയാളും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഈ ഷെയർ ബട്ടണിൽ റിസീവ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പ്ലേ സ്റ്റോർ ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് രണ്ട് മൊബൈൽ കൂടെ നമ്മൾ സാധാരണ എക്സെൻഡറൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ നമുക്കിത് ഷെയർ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഏത് ആപ്പാണോ നിങ്ങൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആപ്പ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്പ്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഒരു ആപ്പ് അദ്ദേഹത്തിന് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ അയാളുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു സൗകര്യമാണ് പ്ലേ സ്റ്റോറിനകത്തുള്ള രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ പരിശോധിച്ചത്. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ അധികം ആളുകൾക്കും ഇൻ്റർനെറ്റ് പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഓട്ടോ അപ്ഡേറ്റ്. നമ്മൾ ഈ പ്ലേ സ്റ്റോറിൻ്റെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്ത് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഓവർ ആനി നെറ്റ്വർക്ക് നടത്തി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആപ്പുകളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്പുകളും ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ രാവിലെ എണീക്കുന്നതോടുകൂടി നിങ്ങളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടാകും. ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. അപ്പോൾ നമുക്ക് ചില ആപ്പുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് വാട്സപ്പ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാത്രമായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇതുപോലെ ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഏത് ആപ്പാണോ അത്തരത്തിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതെങ്കിൽ, അതായത് അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടെത്തും. ഞാൻ ഉദാഹരണത്തിന് വാട്സപ്പ് തന്നെ സെലക്ട് ചെയ്യാണ്. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും 3 ഡോട്ട്. അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എനേബിൾ ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ളൊരു ഫീച്ചർ. ഇത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇത് ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. മറ്റ് ആപ്പുകളൊന്നും അപ്ഡേറ്റ് ആകില്ല. നമുക്ക് ഇത്തരത്തിൽ ഏത് ആപ്പാണോ വേണ്ടത് അത്ര ആപ്പുകൾ മാത്രം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓട്ടോ അപ്ഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിനകത്തുള്ള 3 ടിപ്സുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.